അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അജ്പീഡിയയുടെ പുതിയൊരു എപ്പിസോഡിൽ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് BA അഫ്ളൽ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഫിഖ് ലിറ്ററേച്ചർ എന്ന പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞൊരു നവംബർ 2022 നടന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളതിന് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ഉൾപ്പെടെ ആണ് നമ്മളിന്ന് ചർച്ചയാക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ഇതിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് മാഹിയൽ ഫുറൂദുൽ മുഖദ്ദറത്തു ഫി കിതാബില്ലാഹി സുബ്ഹാനഹു വ തആല. ആദ്യം തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കുന്നത് നമ്മളെ മീറാസുമായി ബന്ധപ്പെട്ട ഫറായിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ള ഫുറൂദുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം എന്താണ് ഏതൊക്കെയാണ് ഫുറൂദുകൾ. സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിതാബിലുള്ളതിനേക്കാൾ ഒന്നുകൂടെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിത്രമായതുകൊണ്ടാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംഭവം ഇതാണ്: അൽ ഫുറൂദുൽ മുഖദ്ദറത്തു ഫി കിതാബില്ലാഹി സിത്തത്തുൻ. കിതാബിൽ ഇത് അക്കത്തിലാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായി മനസ്സിലാക്കാൻ നമുക്ക് ഈ ഉത്തരം എഴുതുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ 6 ഫുറൂദുകളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഫുറൂദ് എന്ന് പറഞ്ഞാൽ വിഹിതങ്ങൾ എന്ന അർത്ഥം ട്ടോ. അഥവാ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച വിഹിതങ്ങൾ, ഇത്ര വിഹിതം ഇത് ഈ പറയുന്ന ടീമിന്, ഇങ്ങനെ ആണല്ലോ ഈ മീറാസിന്റെ അനന്തരാവകാശത്തിന്റെ എന്തൊക്കെ വിതരണം ചെയ്യുന്നത്. അപ്പൊ അത് പ്രധാനമായും 6 തരത്തിലാണ് ഖുർആനിൽ പരാമർശിച്ചത്. ഒന്ന് നിസ്ഫാണ്, അഥവാ പകുതി കിട്ടുന്ന ആരൊക്കെയെന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് ചിലപ്പോൾ ചർച്ച ഉണ്ടാവും. അതുപോലെ റുബുഅ കിട്ടുന്നവർ, ഭർത്താവ് അങ്ങനെ തുടങ്ങി ഉള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിസ്ഫാണ്, പകുതിയാണ് ഒന്നാമത്തെ ഫർദ്. മറ്റൊന്ന് റുബുഅ പറഞ്ഞാൽ 4/1, ഇവിടെ അടയാളപ്പെടുത്തി കാണാം. പിന്നെ വേറൊന്ന് സുമുന് പറഞ്ഞാൽ 8/1, കണ്ടല്ലോ, 1/8. സുലുസാനി എന്ന് പറഞ്ഞാൽ 3/2 എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ, ഇപ്പോ ഒരു കേക്കോ മറ്റൊക്കെ സങ്കല്പിച്ചാൽ മതി. അതിനെന്ത് ചെയ്യാ, നമ്മൾ 3 പീസാക്കി മാറ്റിയാൽ ആ 3/2 ഭാഗം എന്താണ് ഇപ്പൊ സുലുസാനി എന്ന് പറയുന്നത്. അതുപോലെ സുലുസ് പറഞ്ഞപ്പോ നേരത്തെ കാണിച്ചത് തന്നെ, അതിലും ഒരു സാധനത്തെ 3ആയി ഭാഗിച്ചാൽ അതിനുണ്ടാവുന്ന ഒരു പീസ്, അതാണ് സുലുസ്. അതുപോലെ സുദുസ് പറഞ്ഞാൽ 6/1. അപ്പൊ ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഈ വൃത്തത്തെ നമ്മൾ 6 പീസാക്കി മാറ്റുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഒരു കഷ്ണം, അതാണ് 6/1. ഇങ്ങനെ മൊത്തം 6 ഫർളുകളാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ കള്ളിയൊന്നും വരച്ചിട്ട് എഴുതിക്കൊള്ളുന്നില്ല, ഇത്ര ഭാഗം മാത്രം എഴുതിയാൽ മതി. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതാണ് ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉദ്കുർ സിയാഖ മശ്റൂഇയ്യത്തിൽ ഫറായിദി. ഫറായിദുകൾ നിയമമാക്കിയതിന്റെ സാഹചര്യത്തെ കുറിച്ച് പറയാനാണ് പറയുന്നത്. നോക്കാം എന്താണ് ഈ ഫറായിദുകൾ അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് വന്ന സാഹചര്യമാണ് മുകളിൽ വിവരിക്കുന്നത്. വലിയൊരു പാരഗ്രാഫ് ആണെങ്കിലും അതിന്റെ ഉത്തരവാകെ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇത്ര പഠിച്ചാലും മതി. അതിൽ പറയുന്ന ഇതാണ്: അറബികൾ എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ, വിശുദ്ധ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടമാണല്ലോ ജാഹിലിയ കാലഘട്ടം. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവരെന്ത് ചെയ്യും, പുരുഷന്മാർക്ക് മാത്രം അനന്തരാവകാശം നൽകും. യുരിസൂന റിജാല ദൂനൻ നിസാഇ. സ്ത്രീകളെ കൂടാതെ പുരുഷന്മാർ മാത്രം അനന്തരാവകാശം എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. അതേപ്രകാരം യുരിസൂൻ അൽ കിബാറ ദൂന സിഗാരി. വലിയ ആളുകൾക്ക്, ഇവിടെ ദൂന എന്നാണുള്ളത്, ഇവിടെ കാണുന്നില്ല, ദൂന സിഗാരി, കുട്ടികളെ കൂടാതെ. അപ്പോ കുട്ടികൾക്കും, ഇതാണ് ഇവിടുത്തെ പ്രശ്നം, കുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും ജാഹിലിയ കാലത്ത് അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. പിന്നെ അതേപോലെ മറ്റൊരു പ്രശ്നമാണ് എന്ത്, വകാന ഹുനാക തവാറുസുൻ ബിൽ ഹൽഫി. അന്ന് ഈ സഖ്യം ചേരുന്നതിനനുസരിച്ച് മീറാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അതായത്
ഇപ്പോൾ ഖുറൈശികൾ ഒരു വിഭാഗമാണ്, ഒരു ഗോത്രമാണ്. അപ്പൊ അവരോട് സഖ്യകക്ഷത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗം കൊണ്ട് സങ്കല്പിക്കുക. ഉദാഹരണം ബനു ഖുറൈള പോലെയിട്ട് സഖ്യകക്ഷികളാണ് സങ്കല്പിച്ചുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഇവ ഈ ബനു ഖുറൈളയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ ഖുറൈശികളിൽപ്പെട്ടവർക്ക് എന്തുണ്ടാവും, അനന്തരാവകാശം ഉണ്ടാവും. തിരിച്ച് അങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെ അനന്തരാവകാശം പഴയ കാലത്ത് അവർ വെച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ അലങ്കോലപ്പെട്ടിട്ടുള്ള ഇൻഹെറിറ്റൻസ് സിസ്റ്റമാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അള്ളാഹു താല അതിനെല്ലാം ബാത്തിലാക്കിക്കൊണ്ട് ഈ പറയുന്ന പുതിയ ഖുറാനിൽ അനന്തരാവകാശത്തിന്റെ ശരിയായ നിയമങ്ങളെല്ലാം അള്ളാഹു താല കൊണ്ടുവന്നത്. അതാണ് അതിന്റെ സാഹചര്യം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാ ഹിയ ശുറൂത്തുൻ നിസ്വാബി. നിസ്വാബിന്റെ ഷർത്തുകൾ എന്തെല്ലാം? നിസ്വാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് സക്കാത്ത് കൊടുക്കുമ്പോൾ സ്വർണം, വെള്ളി, അതുപോലെ മറ്റു കൃഷിയുടേതോ കച്ചവടത്തിൻ്റെതോ അല്ലെങ്കിൽ നഖദിൻ്റെതോ ഒക്കെ എല്ലാ സക്കാത്തിലും നിസ്വാബ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നിസ്വാബന വിഹിതം, ഒരു നിശ്ചിതമായ വിഹിതത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത്. പക്ഷേ നിശ്ചിതമായ വിഹിതം എത്തിയാലും അതിന് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നിബന്ധനകൾ എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നിബന്ധനകൾ ഇവിടെ പറയുന്നുണ്ട്. യുഷ്തറത്തു ഫിൻ നിസ്വാബി, നിസ്വാബിൽ ഷർത്താക്കപ്പെടും എന്തെല്ലാം കാര്യങ്ങൾ? അൻ യകൂന ഫാദിലൻ അനിൽ ഹാജാത്തി ളറൂരിയത്തില്ലത്തി ലാ ഗിനാ ലിൽ മർഇ അൻഹാ. നമ്മുടെ കയ്യിലുള്ള ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മള് സ്വർണത്തിന്റെ സക്കാത്താണ് സങ്കല്പിക്കുക. അപ്പൊ ഈ സ്വർണമായിരിക്കണം എന്ത്, ഫാദിലൻ അനിൽ ഹാജാത്തി ളറൂരിയത്തി, അത്യാവശ്യമുള്ള നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളതായിരിക്കണം. അല്ലത്തി ലാ ഗിനാ ലിൽ മർഇ അൻഹാ എന്ന് വെച്ചാൽ മനുഷ്യന് അതിലേക്ക് ആവശ്യമില്ല, അങ്ങനത്തെ ആയിരിക്കണം. അല്ലത്തി ലാ യഹ്താജു ഇലൈഹ എന്ന് പറയാം. ലാ ഗിനാ അൽ മർഉ അൻഹാ, ലാ യഹ്താജുൽ മർഉ ഇലൈഹി എന്ന് വേണമെങ്കിൽ അതിന് ഷോർട്ടാക്കാം. ഉദാഹരണം പോലെ കൽ മത്അമി, അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ അതിൽ എന്തെല്ലാം പെടും? മത്അം, ഭക്ഷണം പെടും. വൽ മൽബസ്, വസ്ത്രം പെടും. മസ്കന്, താമസം പെടും. വൽ മർക്കബ്, വാഹനം പെടും. മാലാത്തുൽ ഹിർഫത്തി, അതേപ്രകാരം അവന് ജോലി ചെയ്യാനുള്ള അവന്റെ സാധനങ്ങൾ. അപ്പൊ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കണം ഈ സമ്പത്ത്. കറൻസിയുടെ സക്കാത്ത് ആണെങ്കിൽ അവിടെ എല്ലാം കറൻസിയുടെ സക്കാത്ത് ഈ പറയുന്ന നിശ്ചിത വിഹിതം എത്തുമ്പോൾ 35-40 രൂപക്ക് ആയിരിക്കും വരിക. 30-35-40 ആ റേറ്റ് ആയിരിക്കും വരിക. ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന്റെ നിസാബ് എത്തിയാൽ ആ പറയുന്ന തുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുള്ളതായിരിക്കണം. അതായത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഭക്ഷണം, വസ്ത്ര, പാർപ്പിട സൗകര്യങ്ങളും കഴിഞ്ഞിട്ട് മിച്ചമായിട്ടുള്ള സംഗതി ആയിരിക്കണം എന്നാണ് ഒരു നിബന്ധന. രണ്ടാമത്തേത് യഹൂൽ അലഹിൽ ഹൗലുൽ ഹിജ്രി, ഹിജ്റ വർഷപ്രകാരം ഒരു വർഷം അപ്രകാരം പൂർത്തിയാവുകയും വേണം. ഇത് ഷോർട്ടാക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ആണെങ്കിൽ ഇവിടെ മാത്രം നിർത്താം. ഈ ഉദാഹരണം എഴുതാതെ ഇവിടെ നിർത്താം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിർത്താം. പക്ഷെ അത് വിശദീകരിച്ച് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് എല്ലാം ഉൾപ്പെടുത്തിയത്. കൂടി എഴുതാൻ പറ്റുകയാണെങ്കിൽ ഉഷാറായി. അപ്പോ ഹിജ്റ വർഷം പ്രകാരം ഒരു വർഷം പൂർത്തിയാകണമെന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഇന്നത്തെ ഒരു ഡേറ്റ് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഫെബ്രുവരി 14. ഫെബ്രുവരി 14 അന്ന് ആണ് നമുക്ക് ഇപ്പൊ ഈ കറൻസിയുടെ സക്കാത്ത് കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഇപ്പൊ ഇന്നത്തെ റേറ്റ് പ്രകാരം ഒരു 30,000 രൂപയാണ് അതിന് നിസ്വാബ് വരുന്നത് എങ്കിൽ ഈ 30,000 ഒന്ന് ഫെബ്രുവരി ഇന്നത്തെ 14 മുതൽ ഇനി ഒരു വർഷം ഹിജ്റ വർഷം കഴിയണം. ഒരു ഹിജ്റ വർഷം കഴിയുമ്പോഴേക്കും ഇതേ ലെവലിൽ തന്നെ തുടരുക. ഇതേ ലെവൽ പറഞ്ഞാൽ ഇതിനേക്കാൾ താഴാൻ പാടില്ല. ഈ 30-ന് മുകളിൽ എത്ര പോയാലും സക്കാത്ത് നിർബന്ധമാവും. താണു പോകാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. മിൻ യൗമി മുൽക്കിൻ നിസ്വാബി. അപ്പൊ എന്നു മുതലാണ് ഒരു വർഷം കണക്കാക്കുക? എപ്പോഴാണോ അവൻ ഈ പറയുന്ന നിസ്വാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം നിശ്ചിത ഖദർ എത്തുന്നത്, ആ ദിവസം മുതൽ ഒരു വർഷം. അപ്പൊ അന്ന് മുതലാണ് തുടങ്ങുക. അന്ന് മുതൽ ഒരു വർഷമാണ് കണക്കാക്കുക. വലാബുദ്ദ മിൻ കമാലിഹി ഫിൽ ഹൗലി കുല്ലിഹി, അത് വർഷം മുഴുവൻ ഈ പറയുന്ന സംഖ്യയുടെ മുകളിൽ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. വെച്ചാൽ 30,000 ആണ് നമ്മൾ വിഹിതമെങ്കിൽ ഈ കൊല്ലവർഷം മുഴുവൻ 30,000 കുറയാതെ അങ്ങനെ തന്നെ നിലനിൽക്കണം. അതിനിടയിൽ കുറഞ്ഞാൽ അതാണ് ഫലവു നഖസ അസ്ന അൽ ഹൗലി, ഒരു വർഷത്തിനിടയിൽ അത് കുറഞ്ഞു പോയാൽ തുമ്മക്കമൂല, പിന്നീട് അത് വീണ്ടും പൂർത്തിയാവുകയും ചെയ്തു. എന്നാ പിന്നെ എന്ത് ചെയ്യുക, കൊല്ലം മുറിഞ്ഞുപോയി. പിന്നെ എവിടുന്നാണോ കുറഞ്ഞത് അതുപോലെ വീണ്ടും ഡൗൺ ആയി, ആ കൊല്ലം മുറിഞ്ഞുപോയി. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എപ്പോഴാണോ കമൂലയാവുന്നത് എന്ന് വെച്ചാൽ എപ്പോഴാണോ പിന്നെ വീണ്ടും ഈ പറയുന്ന നിസാബിലേക്ക് എത്തുന്നത് അപ്പോൾ മുതലാണ് പിന്നെ എന്ത് ചെയ്യുക, വർഷം ആരംഭിക്കുന്നതായിട്ട് കണക്കാക്കുക. അതാണ് അവിടെ പറഞ്ഞ്
തുമ്മ കമ്മല തുമ്മ കമുല, എന്നാൽ എഴുത്തുബിറ ഇബ്തിദാഉൽ ഹൗലി മിൻ യൗമി കമാലിഹി, എപ്പോഴാണോ അത് കമാലിലേക്ക് എത്തിയത് അത് മുതലാണ് പിന്നീട് ഒരു വർഷം കണക്കാക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാത്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താ, നാലാമത്തെ ക്വസ്റ്റ്യൻ, മാഹിയ അർക്കാനു സൗമി, നോമ്പിന്റെ റുക്കുനുകൾ ഏവ. നോമ്പിന്റെ ചില റുക്കുനുകൾ പറയാറുണ്ടല്ലോ, കുറെ ഒന്നുമില്ല, ആകെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. നോക്കൂ, അർക്കാനു സൗമി, ഒന്നാമത്തേത് ലിസ്റിയാമി റുക്നാനി, നോമ്പിന് രണ്ട് റുക്കനാ ഉള്ളത്. താഴെ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഈ പറയുന്നതാണ്, എന്ത്, അൽ ഇംസാഖു അനിൽ മുഫ്തറാത്തി, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു വെക്കുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റുക്കിന്. എപ്പോൾ മുതൽ എപ്പോൾ വരെ? മിൻ തുലൂയിൽ ഫജിരി ഇലാ ഉറൂബി ശംസി, സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമാന സമയം വരെ. അപ്പൊ എന്ന് വെച്ചാൽ നോമ്പിന്റെ ഈ ഒരു സമയം, നോമ്പിന്റെ ഡ്യൂറേഷൻ, അത്രയും സമയം നോമ്പ് മുറിക്കുന്ന എല്ലാ കാര്യങ്ങളും, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ അത് അപ്പുറത്ത് വേറെ ചർച്ച പറഞ്ഞിട്ടുണ്ടല്ലോ, അതിവിടെ ചർച്ച ചെയ്യേണ്ട. നോമ്പ് മുറിക്കുന്ന വെള്ളം കുടിക്കൽ അടക്കം ഉള്ള എല്ലാ കാര്യങ്ങളും ആ സമയത്ത് എന്ത് ചെയ്യണം? ഇംസാക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അതിനെ തൊട്ട് പിടിച്ചു വെക്കുക. അതാണ് നോമ്പിന്റെ ഒരു റുക്കൻ. രണ്ടാമത്തെ റുക്കിന് നിയത്തുമാണ്. നിയത്തിന് കാരണം അതിന്റെ തെളിവാണ് ഈ പറയുന്നത്. അള്ളാഹു തആല പറയുന്നുണ്ട്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോട് കൂടെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു തആല എന്തായത് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവണമെങ്കിൽ നിയത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുക നിയത്ത് പ്രകാരമാണ്. ഓരോരുത്തർക്കും അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവർ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവർക്കുണ്ടാവുക. അപ്പൊ ഏതായാലും ഇതാണ് അതിന്റെ കാര്യം. അപ്പോ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഉറൂബ് ശംസി വരെ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് നിയ്യത്തു, ഇത് രണ്ടും മാത്രം എഴുതിയാൽ തന്നെ ഉത്തരമായി. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്താ പറയുന്നത് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മൽ ഫർഖു ബൈനൽ ജദ്ദി സ്വഹീഹി വൽ ജദ്ദിൽ ഫാസിദി, ഫാസിദായ ജദ്ദും സ്വഹീഹായ ജദ്ദും തമ്മിലുള്ള മാറ്റം എന്താണ്? ജദ്ദ് എന്നാൽ വലിയുപ്പ എന്നൊക്കെയാണ് അർത്ഥം. രണ്ട് തരത്തിലുള്ള ജദ്ദിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് സ്വഹീഹായ ജദ്ദ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഫാസിദായ ജദ്ദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉത്തരം ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ. പിന്നെ ഫൽ ജദ്ദു സ്വഹീഹു, സ്വഹീഹായ ജദ്ദ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദി യുംകിനു നിസ്ബത്തുഹു ഇലൽ മയ്യിത്തി, അത് മയ്യത്തിലേക്ക് ആ ജദ്ദിനെ ചേർത്താൻ പറ്റും. ബിദൂനി ദുഖൂലി ഉൻസ, ഒരു ഉൻസ ഇടയിൽ വരാതെ, ഒരു സ്ത്രീ ഇടയിൽ വരാതെ. മിസ്ലു അബിൽ അബി, ബാപ്പാന്റെ വാപ്പ. വാപ്പാന്റെ വാപ്പ എന്ന് പറയുമ്പോൾ അതിനിടയിൽ വാപ്പായുടെ ഉമ്മയുടെ വാപ്പ, ഉമ്മ വരുന്നില്ല. ഉമ്മാനൊരു ഉമ്മ ആയിക്കോളുന്നില്ല, ഒരു ഉൻസ, ഒരു പെണ്ണ് ഇടയിൽ വരാത്ത രൂപത്തിൽ നേരെ ഇങ്ങനെ വാപ്പ, വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ, അങ്ങനെ ആ രൂപത്തിൽ ആ പെണ്ണ് വരാതെ വരുന്ന വല്യപ്പക്കാണ് എന്ത് പറയാ, സ്വഹീഹായ ജദ്ദ് എന്ന് പറയുക. ജദ്ദുൽ ഫാസിദ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ലാ യുൻസബു ഇലൽ മയ്യിത്തി ഇല്ലാ ബിദുഖൂലിൽ ഉൻസ, അത് ഒരു തരത്തിലുള്ള ജദ്ദാണ്, ഒരു വല്യപ്പയാണ്. എങ്ങനത്തെ വല്യപ്പയാണ്? അത് മയ്യത്തിലേക്ക് ആ വല്യപ്പയെ ചേർത്തപ്പെടൂല, എങ്ങനെയല്ലാതെ, ഇല്ലാ ബിദുഖൂലിൽ ഉൻസ, ഉൻസ ഇടയിൽ പ്രവേശിക്കൽ കൊണ്ടല്ലാതെ. എന്ന് വെച്ചാൽ മരിച്ചുപോയ മയ്യത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇയാൾ വല്യപ്പ ആവണമെങ്കിൽ, ഇനിയിപ്പോ ഈ മരിച്ച ആൾ പേരക്കുട്ടി ആവണം. അപ്പോ എന്താണ്, വല്യപ്പ മരിച്ച ആളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇയാൾ വല്യപ്പയാകുന്നത് ഇടയിൽ ഉമ്മ വരുന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ ഇടയിൽ സ്ത്രീ വരുന്ന രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അത് ജദ്ദ് സ്വഹീഹ് അല്ല, ജദ്ദുൽ ഫാസിദാണ്. ഉദാഹരണം പറഞ്ഞാൽ കാബിൽ ഉമ്മി, ഉമ്മാന്റെ വാപ്പയെ പോലെ. ഉമ്മാന്റെ വാപ്പ എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ആളുടെ ഉമ്മയുടെ വാപ്പ, ഇതും വല്യപ്പയാണല്ലോ. മരിച്ചുപോയ ആളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഈ ഉമ്മയുടെ വാപ്പയും വല്യപ്പ തന്നെയാണല്ലോ. പക്ഷെ ഈ വല്യപ്പ ഏതാണ്? ഫാസിദായ ജദ്ദാണ്. ഏതല്ല? നേരത്തെ പറഞ്ഞ പോലെ സ്വഹീഹായ ജദ്ദല്ല, ഇതെന്താണ്? ഫാസിദായ ജദ്ദാണ്. കാരണം എന്താ? ഇടയിൽ ഉൻസ വരുന്നുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. മനസ്സിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അതിന്റെ പിന്നെ ലിങ്കും ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം, സംശയങ്ങൾ തീർക്കാം ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഈ വീഡിയോ ഇൻഷാ അള്ളാ അതിന് കിട്ടുന്ന വ്യൂസും സപ്പോർട്ടും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചർച്ച ചെയ്യാം. എന്ന തൽക്കാലം ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഉക്തുബ് ബഅദം മിൻ സുനനി സിയാമി, നോമ്പിന്റെ ചില സുന്നത്തുകൾ പറയാമോ? നോമ്പിന്റെ സുന്നത്തുകൾ കിതാബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഉള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഷോർട്ട് ആക്കിയിട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ചില സുന്നത്തുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുക എന്നുള്ളത്. അത്താഴം കഴിക്കൽ നോമ്പിന്റെ പ്രധാന സുന്നത്താണല്ലോ. ഒരാൾ അത്താഴം കഴിക്കാതെ നോമ്പ് നോറ്റാലും നോമ്പിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, അത്താഴം കഴിക്കൽ നല്ല മുഅക്കദായ സുന്നത്താണ്. മറ്റൊന്നാണ് തഅജീലുൽ ഫിത്രി, നോമ്പ് എന്ത് ചെയ്യുക, തുറക്കുന്നത് ഉളരിക്കുക. ഉളരിക്കുക എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കുക എന്നുള്ളതല്ല കേട്ടോ. ബാങ്ക് കൊടുത്താൽ പിന്നെ ഇങ്ങനെ അവിടെയും ഇവിടെയും പോയി സമയം കളയരുത്. വേഗം എന്ത് ചെയ്യണം, നോമ്പ് തുറക്കണം. അതുപോലെ ദുആ ഇൻദൽ ഫിത്രി, നോമ്പ് തുറക്കുന്ന സമയത്ത് ഉള്ള ദിക്റുകൾ, ദുആവുകൾ ചെല്ലുക എന്നുള്ളത്. മറ്റൊന്ന് വാസന സുയാമി, നോമ്പിനിടയിലും ദുആവുകൾ ചെല്ലുക എന്നുള്ളത് വളരെ പുണ്യകരമാണ്. അതുപോലെ അൽ കുഫു കുഫു അല്ല ടോട്ടൽ കഫ് എന്നാണ്, അത് മാറിപ്പോയതാണ്. ഈ വാവ് ഇടല്ല. അൽ കഫു അമ്മ യത്തനാഫ മഅസുയാമി, നോമ്പിനോട് എതിരാകുന്ന എല്ലാ കാര്യങ്ങളും തൊട്ടും പിടിച്ചു വെക്കുക. എന്ന് വെച്ചാൽ അനാവശ്യമായ എല്ലാ സംസാരങ്ങളും ബടായും തമാശയൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കുക, അത് പാടില്ല. വെച്ചാൽ അത് റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ആരാധനയുടെ മാസമാണ്. അവിടെ വെറുതെ മറ്റു അനാവശ്യ ചർച്ചകൾ ഒന്നും പാടില്ല എന്ന് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അതിൽ ഗീബത്തും എന്തായാലും പാടില്ല. അപ്പോൾ സിയാമിൽ പറയുന്ന കൂട്ടത്തിൽ അതിന് പെടുത്തുണ്ടല്ലോ എന്ന് മനസ്സിലാക്കും. നമുക്ക് മറ്റു കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടല്ലോ, എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പിൽ നിന്ന് വിശപ്പല്ലാതെ ഒന്നും അവർക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ഒരു വിശപ്പ് സഹിക്കുന്ന വെറുതെ ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ നോമ്പ് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായൊരു സംസാരവും പാടില്ല. ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുള്ളതെന്നല്ലാത്ത. അപ്പോൾ അതാണ് ഇവിടെ എന്ത്, ഖുർആൻ സിയാമിനോട് യോജിക്കാത്ത എല്ലാത്തിനും തൊട്ടും കഫ് ചെയ്യുക പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക, അതൊക്കെ പെടും. പിന്നെ മറ്റൊന്ന് സിവാക്കു, മറ്റൊന്ന് സിവാക്കാണ്. നമ്മൾ മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊന്ന് അൽ ജൂദ്, ധർമ്മം ചെയ്യുക. നോമ്പിന്റെ സമയത്ത് ധർമ്മം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മുദാറസത്തുൽ ഖുർആൻ, അതേപ്രകാരം എന്ത് ചെയ്യുക, ഖുർആൻ പഠിക്കുക. ഖുർആൻ ഓതുക നടക്കും, ഖുർആൻ പഠിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ളതാണ്. ഇജ്തിഹാദു ഫിൽ ഇബാദത്ത്, ഇബാദത്തിൽ നന്നായി അധ്വാനിക്കുക. ഇബാദത്ത് എന്നുള്ളത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അൽ ഇജ്തിഹാദു ഫിൽ ഇബാദത്തി ഫിൽ അശ്റിൽ അവാഖിരി, പ്രത്യേകിച്ചും അയ്യാമി റമദാൻ, റമദാനിന്റെ അവസാനത്തെ 10 പ്രത്യേകിച്ചും. അത് വളരെ പ്രധാനപ്പെട്ട പുണ്യമുള്ള കാര്യമാണ്. എത്രയും കാര്യങ്ങളൊക്കെയാണ് സുന്നത്തുകളായിട്ട് പ്രത്യേകം പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, മാ ഹുവ ഹുക്മു സുയാമി സ്വബിയി, കുട്ടിയുടെ നോമ്പിന്റെ വിധി എന്താകുന്നു? കുട്ടിയുടെ നോമ്പിന്റെ വിധി എന്താകുന്നു? ഓക്കെ, നോക്കൂ, സിയാമു സ്വബി എന്ന് പറയുന്ന പേജ് നമ്പർ 72 ഈ പറയുന്നുണ്ട്. ഞാനിപ്പോൾ മുകളിൽ വിട്ടതിലൊക്കെ പരമാവധി പേജ് നമ്പർ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് കിട്ടിയ സ്റ്റഡി മെറ്റീരിയലിന്റെ പേജ് നമ്പർ നോക്കിയാൽ ഈ ഉത്തരങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. സിയാമു സ്വബി, സ്വബിയു വൈൻകാന സിയാമു ഗൈറു വാജിബുൻ അലൈഹി. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ നോമ്പ് അവന്റെ മേൽ നിർബന്ധമല്ലെങ്കിൽ പോലും ഇല്ല അന്നഹു യംബഗി ലി വലിയ അംരിഹി, ആ കുട്ടിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന രക്ഷിതാവിന്റെ പേരിൽ അനിവാര്യമാണ് എന്ത്, യഅ്മുറഹു ബിഹി, നോമ്പ് കൊണ്ട് അവനോട് കൽപ്പിക്കുക. എന്തിനല്ലി അയത്താദഹു മിനസ് സിഗരി, ചെറിയ പ്രായത്തിൽ തന്നെ അവൻ അതിന്റെ മേൽ പരിശീലിക്കാൻ വേണ്ടിയിട്ട്. മാദാമ മുസ്തത്തിയാനല്ലോ, അവന് കഴിവുണ്ടാകുന്ന കാലത്തോളം. ഖാദിറൻ അലൈഹി, അവൻ അതിന് കഴിയുന്ന കാലത്തോളം. എന്ന് വെച്ചാൽ മുഴുവനായിട്ട് ചെയ്യാൻ വേണ്ടിയല്ല. ചെറിയ പ്രായത്തിലാണ്, ചെറിയ കുട്ടികളാണെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, ആദ്യം കുറച്ച് സമയം മാത്രം നോമ്പെടുക്കാൻ പറയാം. പിന്നെ കുറച്ചുകൂടി കഴിയുമെങ്കിൽ കുറച്ചുകൂടി നോമ്പെടുക്കാൻ പറയാം. പിന്നെ ഒരു നോമ്പ് ഫുള്ളായിട്ട് ചെയ്യാൻ പോയി അങ്ങനെ നോമ്പെടുക്കാൻ പറയാം. അങ്ങനെ
ആണ് കുട്ടികളെ നമ്മൾ നോമ്പ് നോൽപ്പിച്ച് പരിശീലിപ്പിക്കാറുള്ളത്. അപ്രകാരം ചെയ്യൽ രക്ഷിതാവിന്റെ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഇപ്പോ തുടക്കത്തിലൊന്നും കുട്ടികൾക്ക് പൂർണ്ണമായ നോമ്പ് നൽകാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നാലും അതിന്റെ മേൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് എന്നാണ്. രക്ഷിതാവിന്റെ മേൽ ചെയ്യൽ അനിവാര്യമായ കാര്യമാണ്. ഇതാണ് കുട്ടിയുടെ നോമ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും ഭാഗം ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ല ചർച്ച ചെയ്യാനുള്ളത്. 8ാമത്തത് മൻ ഹും അൽ ആമിലൂന അല സക്കാത്തി. സക്കാത്തിന്റെ ആമിലുകൾ ആരെല്ലാമാകുന്നു? സക്കാത്തിന്റെ മേലിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സക്കാത്തിൽ നിന്നൊരു വിഹിതമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അൽ ആമിലീന അലൈഹ എന്ന്. അപ്പൊ ആമിലീങ്ങൾ ആരെല്ലാം ഒന്ന് അറിയണ്ടേ? അത് ഒരിക്കലും നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് സാധാരണ പല പുത്തൻവാദക്കാരും ഞങ്ങൾ തന്നെയാണ് ആമിലുകൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഘടനാ പ്രവർത്തനത്തിനും മറ്റൊക്കെ ജക്കാത്തിൽ നിന്ന് ഫണ്ട് കണ്ടെത്താറുണ്ട്. അത് ഹറാമാണ്. അതിന് പൈസ നമ്മൾ ജക്കാത്ത് വീടുകയുമില്ല, അത് വേറെ കാര്യം. ഇത് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അവിടുത്തെ പിന്നെ ജക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇമാമ് നിശ്ചയിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ആമിലുകൾ എന്ന് പറയുക. അവിടെ വിശദീകരിക്കുന്ന നോക്കൂ. ഹുമുല്ലദീന യുവല്ലീഹിം അൽ ഇമാമു, അത് ഇമാമു നിശ്ചയിക്കുന്നവരാണ്. ഔ നായിബുഹു, അല്ലെങ്കിൽ അവിടുത്തെ ഇമാമിന്റെ നായിബായ ആള് നിശ്ചയിക്കുന്നവരാണ്. അൽ അമല, ജോലിക്ക് വേണ്ടി. അല ജംഇഹ, സക്കാത്തിനെ ഒരുമിച്ച് കൂട്ടാൻ. അനൽ അഗ്നിയായി, ധനാഢ്യന്മാരിൽ നിന്ന്. അപ്പൊ അവരാണ് എന്ത് ചെയ്യുക? ധനാഢ്യന്മാരായ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളിൽ നിന്ന് ഈ പണം എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ബഹുമുൽ ജുബാത്തു, അവരത് കളക്ട് ചെയ്യുന്നവരാണ്. ജാബി എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഒരുമിച്ച് കൂട്ടി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ജുബാത്ത് പറയുമ്പോൾ ഒരുമിച്ച് കൂട്ടുന്നവർ. അപ്പൊ അങ്ങനെ ഈ സക്കാത്ത് മുതലുകളെ കളക്ട് ചെയ്ത് ഒരുമിച്ച് കൂട്ടുന്നവരാണ് ഈ ഭാഗം. വൈദുഖുലു ഫീഹിം, അത് ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. ആരെ? അൽ ഹഫളത്തി ലഹ, അൽ ഹഫളത്ത ലഹ. ആര്? പിന്നെ ഈ സക്കാത്തിന്റെ സമ്പത്തുക്കളും മറ്റു സാധനങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ആളുകളും ഈ സക്കാത്തിന്റെ മേൽ പണിയെടുക്കുന്ന ആമിലുകൾ എന്ന ഈ ഭാഗത്തിൽ പെടുത്താൻ പറ്റും. അതേ പ്രകാരം തന്നെയാണ് മിൻഹ, സക്കാത്ത് മുഖേന കിട്ടുന്ന ആടുമാട് ഒട്ടകങ്ങളെ നോക്കുന്ന, അതിനെ പോറ്റുന്ന ഇടയന്മാർ, അവരും ഈ സക്കാത്തിന്റെ ആമിലുകളിൽപ്പെട്ടവരാണ്. അപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഈ ആനിമൽസിന്റെ സക്കാത്തൊക്കെ വരുന്ന സമയത്ത് അവരുടെ സക്കാത്തിന് ഒട്ടകത്തിൻ്റെതോ പശുവിൻ്റെതോ ആടിൻ്റെതോ ഒക്കെ ആകുമ്പോൾ ആടുകൾ തന്നെയാണല്ലോ ഇപ്പൊ സക്കാത്തായിട്ട് വരിക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ജീവികളെ നോക്കാൻ ഉള്ള ഇടയന്മാരുണ്ടാവും. അവരും ഈ അമലീങ്ങളിൽ പറഞ്ഞവരിൽ പെടും. കത്തബത്തിൽ ദീവാനിഹ, അതേ പ്രകാരം ഇതിന്റെ കണക്കുകളും മറ്റൊക്കെ എഴുതി വെക്കുന്ന, സക്കാത്തിന്റെ കണക്കുകളും മറ്റൊക്കെ എഴുതി വെക്കുന്ന കാത്തിബീങ്ങൾ ഉണ്ടാവും. അവരും ഈ പറയുന്ന ആമിലുകളിൽ പെടും. അപ്പൊ ഇവരൊക്കെയാണ് ആമിലുകൾ എന്ന് അർത്ഥം. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മാ ഹുവൽ ഇജ്മാഉ സ്വരീഹു, എന്താണ് സ്വരീഹായ ഇജ്മാഅ് എന്നാൽ എന്ത്? ഇജ്മാഅ് എന്താണെന്നുള്ള പറയുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് ഇജ്മാഉ സ്വരീഹ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എന്താണ് അതിന്റെ മറുപടി നോക്കൂ. ഇവിടെ ഉത്തരണ്ട്. അൻവാഉൽ ഇജ്മാഇ എന്ന് പറയുന്ന ഭാഗത്ത് കാണാട്ടോ ഈ പറയുന്നത്. പിന്നെ ഇജ്മാഇനെ പറ്റി പറയുന്ന ഭാഗത്തുണ്ട്. അപ്പൊ അവിടെ കാണാൻ ഇജ്മാഉ ബിഹസ്ബി ത്വരീഖത്തി തക്വീനിഹി, ഇജ്മാഉ ഉണ്ടാകുന്നതിന്റെ രൂപം അനുസരിച്ച് രണ്ടായിട്ട് ഭാഗിക്കാൻ പറ്റും. ഇജ്മാഉ സ്വരീഹും ഇജ്മാഉ സുക്കൂത്തിയും. അവിടെ തൊട്ടു താഴെ ഇജ്മാഉ സ്വരീഹ് എന്താ പറയുന്നുണ്ട് നോക്കാം. അൽ ഇജ്മാഉ സ്വരീഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ അൻ തത്തഫിഖ ആറാഉൽ മുജ്തഹിദീന ബി അഖ്വാലിഹിം വഅഫ്ആലിഹിം അലാ ഹുക്മിൻ ഫി മസ്അലത്തിൻ മുഅയ്യന, ഒരു നിർണയിക്കപ്പെട്ട മസ്അലയുടെ ഹുക്മിന്റെ മേൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ അവരുടെ വാക്കുകൾ കൊണ്ടോ അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ യോജിച്ചു വരുന്നതിനാണ് സ്വരീഹായ ഇജ്മാ എന്ന് പറയുക. ഇപ്പോൾ സാധാരണ ഖുറാനിലോ സുന്നത്തിലോ ഒന്നും പറയാത്ത എന്തെങ്കിലും വിഷയങ്ങളിലാണ് അധികം ഈ പറയുന്ന ഇജ്മാ ഉണ്ടാവുക. അപ്പൊ അവരെന്ത് ചെയ്യും? പണ്ഡിതന്മാരെല്ലാവരും ഇതിന്റെ മസല ഇങ്ങനെയാണ് എന്ന് മുജ്തഹിദുകളായിട്ട്, നമ്മളെ പോലുള്ള ആളുകളെ പറ്റിയല്ല പറയുന്നത്, മുജ്തഹിദുകളായ ആളുകൾ അവരെന്ത് ചെയ്യുന്നു? അവരെല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞു. അതിന്റെ മസല എങ്ങനെയാണ് എന്നവർ പറഞ്ഞാൽ അതിനാണ് ഇജ്മാ ഉലമായി എന്നൊക്കെ പറയാം. കാരണം നജ്തമിയൽ ഉലമാ, ഉദാഹരണം ഏതുപോലെ പണ്ഡിതന്മാരെല്ലാം ഇജ്മാ എന്ന പോലെ ഈ മജ്ലിസിന് വാഹിദിൻ, ഒരേ മജ്ലിസിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു?
വയുബ്ദി കുല്ലും മിൻഹും റഅയ്യഹു സ്വറാഹത്തൻ ഫിൽ മസല. ഒരു വിഷയം പറഞ്ഞപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഓരോ പണ്ഡിതന്മാരും അവരവരുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്തു വെളിപ്പെടുത്തി. മുതത്തഫിഖുൽ ആറാഉ അലാ ഹുക്മിൻ. അപ്പൊ യാദൃശ്ചികമായി നോക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒത്തുവരുന്നു അലാ ഹുക്മിൻ, ഒരൊറ്റ ഹുക്മിന് മേൽ. എല്ലാവരും പറഞ്ഞു വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത്. വ്യത്യസ്തമായ അഭിപ്രായം തന്നെ ഓരോരുത്തർ അവരുടെ അഭിപ്രായമാണ് അറിയിച്ചത് ആ മജ്‌ലിസിൽ. പക്ഷെ എന്ത് ചെയ്തു, വന്നു നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം. അതിനാണ് എന്ത് പറയുന്നത്, ഇജ്മാ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഔ അൻ യുഫ്തിയ കുല്ലു ആലമിൻ ഫിൽ മസ്അലത്തി ബിറഅയിൻ. ഓരോരുത്തരും ഒരു മസലയിൽ അവരുടെ അഭിപ്രായങ്ങൾ ഫത്വ നൽകുക. അപ്പൊ അങ്ങനെ ഈ പറയുന്ന മജ്‌ലിസിൽ തന്നെ അല്ലാത്ത രൂപത്തിലായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഫത്വ നൽകുക. പക്ഷെ അവരുടെ ഫത്വകൾ എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒരുപോലെ. അങ്ങനെയാകുമ്പോഴും അതും ഇജ്മാ എന്ന്, ഇജ്മാഉ സ്വരീഹ് എന്ന് പറയാം. അങ്ങനെയുള്ള ഇജ്മാ എന്താണ്, ഹുജ്ജത്താണ്, ബിലാ ഖിലാഫിൻ ഇൻദൽ ജമാഹിരി. മുഴുവൻ പണ്ഡിതന്മാരുടെ അടുക്കലും അത് തെളിവ് പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന്റെ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗം ഒന്നും എഴുതിക്കൊള്ളുന്നില്ല. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, നമുക്ക് അതെ, ഇത്രയും ഭാഗം എഴുതിയാൽ മതി. എലാ വാഹിദിൻ എന്ന് പറയുന്ന ഹുവായിൻ തത്തഫിഖ ആറാഉൽ മുജ്തഹിദീന ബി അഖ്വാലിഹിം എന്ന് തുടങ്ങിയിട്ട് ഇതുവരെ എഴുതിയാൽ മതിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. മതി. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, മാ ഹുവ നിസാബു ദഹബി വൽ ഫില്ലത്തി. സ്വർണത്തിന്റെയും വെള്ളിയുടെയൊക്കെ നിസാബ് എത്രയാണ്? അപ്പൊ സ്വർണം വെള്ളി എത്രയാകുമ്പോഴാണ് എന്താവുക, നമുക്ക് സക്കാത്ത് കൊടുക്കാനാവുക എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. ഉത്തരം നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നുണ്ട് നിസാബു ദഹബി വ മിഖ്ദാറുൽ വാജിബീൻ. സ്വർണത്തിന്റെ നിസാബാണ് ആദ്യം മുകളിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ലാ ഷൈഉൻ ഫി ദഹബി ഹത്താ യബ്ലുഗ 20 ദീനാറൻ. 20 ദീനാർ വരുന്നത് വരെ സ്വർണത്തിൽ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. ഇദാ ബലഗ 20 ദീനാറൻ, ഒരാളുടെ സ്വർണ്ണ ശേഖരം അത് 20 ദീനാർ ആയി കഴിഞ്ഞാൽ വഹാല അലൈഹൽ ഹൗലു. അപ്പൊ ഇപ്പോൾ നിസാബ് കൊടുത്തി, നിസാബ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം കൂടി ആവണ്ടേ, ആണ് വഹാല അലൈഹൽ ഹൗലു. അങ്ങനെ ഒരു കൊല്ലം അതിന്റെ മേൽ പൂർത്തിയാവുകയും ചെയ്താൽ ഫിഹ റുബൂൽ ഉശ്രി. അപ്പൊ അതിൽ സക്കാത്ത് കൊടുക്കേണ്ടത് 1/10 അതായത് നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെ 10 പീസാക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നില്ലല്ലോ, 10 പീസാക്കി മാറ്റുകയാണെങ്കിൽ ആ 10ൽ നിന്ന് ഒരു പീസ് എടുക്കുക, അതിനെ വീണ്ടും എന്താ ചെയ്യുക, 4 ഭാഗമാക്കി മാറ്റുക. 4 ഭാഗമാക്കിയിട്ട് അതിൽ കിട്ടുന്ന ഒറ്റൊന്ന്, അത് അത്രേ ഇതുണ്ടാവുള്ളൂ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. വളരെ തുച്ഛമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രേ ഇസ്ലാം എന്താക്കുന്നുള്ളൂ, സക്കാത്ത് നിർബന്ധമാക്കുന്നുള്ളൂ. അപ്പോൾ റിസ്ക് കുറവാണെന്ന് അർത്ഥം. അപ്പൊ ഈ പറയുന്ന അളവ് നമ്മൾ ഇന്നത്തെ അളവിലേക്ക്, നമ്മുടെ നാട്ടിലെ അളവിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം ഗോൾഡ് 85 ഗ്രാമാണ് ഉണ്ടാവുക. അപ്പോൾ 85 ഗ്രാം സ്വർണം ഒരാളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യങ്ങളൊക്കെ കഴിച്ച് മിച്ചമായി ബാക്കിയുണ്ട് എങ്കിൽ അതിൽ അവർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടത് എത്രയാണ്, ഈ 85 ഗ്രാമിന് നേരത്തെ പറഞ്ഞ പോലെ 10 ഭാഗമാക്കിയിട്ട് 10ൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അതിനെ വീണ്ടും 4 ഭാഗമാക്കിയിട്ട് അതിൽ നിന്നൊരു ഭാഗം, എത്രയാണ് ഉണ്ടാവുക അത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരിക. സ്വർണത്തിന്റെ നിസാബ് അത്രയാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ എന്ത് എഴുതിയാൽ മതി, ഇവിടെ ഐ നിസ്ഫു ദീനാർ എന്ന് വരുന്നത് മാത്രം എഴുതിയാൽ മതിയാവും. ഇവിടെ പറയണ്ടല്ലോ നിസ്ഫി എന്ന് വെച്ചാൽ 10/1 4/1 തന്നെ പകുതി ദീനാർ അല്ല ഉണ്ടാവുക, പകുതി ദീനാർ നിസ്ഫു ദീനാറാണ് ഉണ്ടാവുക. അപ്പൊ ഇത്രയും ഭാഗം എഴുതിയാൽ മതി സ്വർണത്തിന്റെ നിസാബിനെ പറ്റി പറയുമ്പോൾ. വെള്ളിയുടെ നിസാബ് താഴെ കൊടുത്ത് കാണാം, നോക്കൂ. അമൽ ഫില്ലത്തു, അപ്പോൾ വെള്ളിയുടെ ഇത് നിസാബ് ഫലാ ശൈഉൻ ഫീഹ, അതിലൊന്നും തന്നെ നിർബന്ധമാകുന്നില്ല. അത്തൈ ദിർഹമിൻ, എത്രയാവുന്നവരെ, 200 ദിർഹം വരുന്നവരെ. 200 ദിർഹം വരെ ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഇതാ ബലഗത്ത് മിഅത്തൈ ദിർഹമിൻ, 200 ദിർഹം ഒരാൾക്ക് വെള്ളിയുടെ ശേഖരം വരികയാണെങ്കിൽ ഫഫിഹ റുബുൽ ഉശ്രി, അവിടെയും 10/1 4/1 കൊടുക്കേണ്ടത്. അവിടെയും നമുക്ക് ഇത്ര ആണെങ്കിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിർത്താവുന്നതാണ്. അമ്മൽ ഫുല്ലത്ത് മുതൽ ഇത്രയും ഭാഗം വരെ. ഉത്തരമായി. ഇന്നത്തെ കണക്കിൽ വരുമ്പോൾ ഏകദേശം സിൽവർ ഒരു 595 ഗ്രാം ആണ് നിസാബ്. ഏകദേശമാണ് ഇതൊക്കെ. അപ്പൊ 595 ഗ്രാം അതിന്റെ ശേഖരം ഒരാൾ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 10/1 4/1 അവർ വെള്ളിയുടെ സക്കാത്തായിട്ട് കൊടുക്കേണ്ടി വരിക. ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ذكر العلماء أن صيام يوم عاشوراء على 3 مراتب ما هي. പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഈ ആഷൂറ ദിനത്തിന്റെ നോമ്പ് അത് 3 ലെവലിലാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ലെവലുകൾ, ഏതൊക്കെ ലെവലുകളാണ് ആ വിഷയത്തിലുള്ളത് നോക്കാം നമുക്ക്. ഇതിന്റെ ഉത്തരം എന്താണ്.
إذا وقد ذكر العلماء أن صيام يوم عاشوراء على 3 مراتب. ആഷൂറാന്റെ ദിനത്തിലെ നോമ്പ് നോമ്പുകൾ അതിനെന്ത് ചെയ്യാ 3 ലെവലിലായി നോൽക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ലെവൽ എന്താണ്? ഏറ്റവും പൂർണ്ണമായ രൂപമാണ് പറയുന്നത്. 3 ദിവസം നോക്കുക. ആഷൂറാന്റെ ദിവസം തന്നെ 3 ദിവസം നോമ്പ് നിൽക്കുന്നത് വെച്ചാൽ ആഷൂറാന്റെ മുമ്പും ശേഷവും ഓരോ ദിവസവും കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുക. അങ്ങനെ അതാണ് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപം. മർത്തബത്തുൽ ഊല നോക്കൂ. ആഷൂറ ഒന്ന് താസുവാന്റെ അന്ന് 9ന്റെ അന്ന് നോക്കുക, ഒന്ന് ആഷൂറാന്റെ അന്ന് നോക്കുക, മറ്റൊന്ന് 11ന്റെ അന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോൾ എന്തായി? പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപമായി. രണ്ടാമത്തെ രൂപം എന്ന് വെച്ചാൽ 9ഉം 10ഉം നോൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, എന്ത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ 9ാമത്തതും നോൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് അടിസ്ഥാനത്തിൽ 9ഉം 10ഉം കൂടി നോൽക്കുക. അതാണ് അതിന്റെ രണ്ടാമത്തെ രൂപം. ഒന്നുകൂടി ലോ കാറ്റഗറിയാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലോ ആയിട്ടുള്ള ഏറ്റവും ചുരുങ്ങി നമ്മൾ ചെയ്യേണ്ടത് 10ന്റെ അന്നെങ്കിലും നോൽക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ആഷൂറയുടെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന 3 മർത്തബകൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാ ഹുവൽ മഫ്കൂദ് ഫി ഇൽമിൽ റൂളി എന്നതിലുള്ളത് ഇൽമുൽ ഫുറൂളി എന്നായിരിക്കും ഇതിന്റെ ശരിയായ ഭാഗം. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും മനസ്സിലാക്കാൻ. അതായത് മഫ്കൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ഇൽമുൽ ഫുറൂദിൽ ചർച്ച ചെയ്യുന്ന ഒരാളാണ് ഈ മഫ്കൂദ്, അഥവാ കാണാനില്ലാത്ത ആള് എന്ന് പറയും. അപ്പോ അത് ആരാണ് ആള് എന്നാണ് ചോദ്യം. നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് മഫ്കൂദ് ആരാണ്. അൽ മഫ്കൂദു പേജ് നമ്പർ 175 ഈ പറയുന്ന ഭാഗമുള്ള ചെക്ക് ചെയ്താൽ മതി. ഇദാ ഗാബ ശഖ്സു വൻഖതഅ ഖബറുഹു വലം യദ്രി മകാനഹു വലം യുഅറഫ് അഹയ്യുൻ ഹുവ അം മയ്യിത്തുൻ. അതായത് ഒരു വ്യക്തി ആ സമയത്ത് എന്താവുന്നില്ല, ഒരു വ്യക്തിയെ കാണാനില്ല, അയാളുടെ വാർത്തകൾ പറ്റ മുറിഞ്ഞു പോയിരിക്കുന്നത്, അയാൾ ഒരു വാർത്തയില്ല അയാളെ കുറിച്ച്, അയാളുടെ സ്ഥലം എവിടെയാണെന്ന് അതും അറിയില്ല. പിന്നെയോ വലം ആരിഫ് ഹയ്യുൻ ഹുവ അം മയ്യിത്ത്, അയാൾ കാണാനില്ലാതായിട്ട് അയാളിപ്പോ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയിട്ടുണ്ടോ അതും അറിയില്ല. അപ്പോ ഹക്കമൽ ഖളാഉ ബിമൗതിഹി വഹുക്കിമൽ ഖളാഉ ബിമൗതിഹി, അപ്പൊ എന്ത് ചെയ്യും? രാജ്യം അയാൾ മരിച്ചതായിട്ട് തീർപ്പ് ചെയ്തു. ഖീല ഇന്നഹു മഫ്കൂദുൻ, അപ്പോഴാണ് അയാളെ കുറിച്ച് പറയപ്പെടുക എന്താ? അയാൾ മഫ്കൂദാണ് എന്ന് പറയപ്പെടും. നമ്മളിത് ഈ വിഷയം വരെ ഇപ്പൊ അനന്തരാവകാശമൊക്കെ വീതം വെക്കുന്ന സമയത്ത് അയാള് നാട്ടിൽ നിന്ന് പോയത്, അയാളെ കാണാനില്ല. അപ്പൊ അയാൾക്ക് ഇപ്പൊ ഈ വീതം കൊടുക്കേണ്ടി വരുമോ ഇല്ലേ എന്നൊക്കെ ചർച്ച വരുമല്ലോ. അപ്പോഴാണ് ഈ പറയുന്ന മഫ്കൂദിന്റെ ചർച്ച വരിക. മഫ്കൂദ് ആരാന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലുള്ളത് മൻ ഹും അസ്ഹാബുൽ ഫുറൂദി, ഫുറൂദിന്റെ അസ്ഹാബുകൾ ആരെല്ലാം? നേരത്തെ നമ്മൾ പറഞ്ഞത് ഖുറാനിലുള്ള ഫർളുകൾ ഏതെല്ലാം എന്നായിരുന്നു. ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആ ഫുറൂദിന്റെ അഹ്ലുകാർ, അതിന്റെ ആളുകൾ ആരൊക്കെയാണ്. അത് താഴെ പറയുന്നുണ്ട്. 12 ആളുകളാണ് ഫുറൂദിന്റെ അഹ്ലുകാരായിട്ടുണ്ടാവുക. അതാരൊക്കെയാണ്? അതിൽ 4 ആണുങ്ങളാണ്. ആ ആണുങ്ങളായ 4 ആരൊക്കെയാണ്? ഒന്ന് ബാപ്പ, മറ്റൊന്ന് വല്യുപ്പ. വല്യുപ്പ പറഞ്ഞ ജദ്ദു സ്വഹീഹ് കേട്ടോ, നേരത്തെ ചർച്ച ചെയ്തല്ലോ. അപ്പൊ ഈ നിലത്ര മോൾക്കാണെങ്കിലും, അതായത് വാപ്പ, വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ, അങ്ങനെ പോകുമ്പോൾ ഇടയിൽ സ്ത്രീകൾ വരാതെ വരുന്ന വല്യുപ്പമാരെല്ലാം ജദ്ദു സ്വഹീഹാണ്. വൽ അഖു ലി ഉമ്മിൻ, അതുപോലെ എന്ത് ചെയ്യാ, ഉമ്മയൊത്ത സഹോദരൻ, അതുപോലെ സൗജ് ഭർത്താവ്. ഇങ്ങനെ 4 ആളുകളുള്ളത്. അല്ല, 4 ആളുകൾ. ഒന്ന് ഭർത്താവ്, മറ്റൊന്ന് ഉമ്മത്ത് സഹോദരൻ, മറ്റൊന്ന് ജദ്ദു സ്വഹീഹ്, മറ്റൊന്ന് വാപ്പ. ഇങ്ങനെ 4 ആളാണ് ആണുങ്ങളെ കൂട്ടത്തിൽ ഫുറൂദിന്റെ അയലുകാരായിട്ടുള്ളത്. പിന്നെ 8 സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് 8 പേര് ഈ ഫുറൂദിന്റെ അയലുകാരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഭാര്യ, മറ്റൊന്ന് പെൺകുട്ടി ബിന്ത്, മറ്റൊന്ന് ഉഖ്തു ഷഖീഖ. ഉഖ്തു ഷഖീഖ എന്ന് പറഞ്ഞാല് ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരിക്കാണ് ഉഖ്തു ഷഖീഖ എന്ന് പറയാം. അതായത് ചിലപ്പോ ഒന്നുണ്ടാവും, ഉഖ്തു ഷഖീഖ അല്ലാത്ത രൂപം വരുന്നത് ചിലപ്പോ വാപ്പ ഒത്ത സഹോദരിയൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതായത് വാപ്പ രണ്ടുപേരുടെയും വാപ്പ ഒന്നാണ്, പക്ഷെ ഉമ്മ വ്യത്യസ്തമാണ്. അതും നമ്മുടെ സഹോദരി ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഉഖ്തു ഷഖീഖ എന്ന് പറയില്ല. ഉഖ്തു ഷഖീഖ എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും ഒത്ത, അതായത് നമ്മുടെയും ആ പിന്നെ സഹോദരിയുടെയും ഉമ്മയും വാപ്പയും ഒന്നാണ്. അങ്ങനെ നമ്മളെ ഉഖ്തു ഷഖീഖ എന്ന് പറയാം. പിന്നെ മറ്റൊന്ന് സഹോദരി, അതുപോലെ വൽ ഉഖ്തു ലി ഉമ്മിൻ, ഉമ്മയൊത്ത സഹോദരി, മറ്റൊന്ന് മകന്, മറ്റൊന്ന് ഉമ്മ, മറ്റൊന്ന് ജദ്ദത്തു സ്വയ്യ. അഥവാ നേരത്തെ പറഞ്ഞ ജദ്ദു സ്വയ്യ പോലെ തന്നെ ജദ്ദു സ്വയ്യ. ജദ്ദു സ്വയ്യ പറയുമ്പോൾ അതിലിപ്പോ ഉമ്മ മാത്രമേ, ഉമ്മാന്റെ ലേക്കുള്ള ഉമ്മ, അതായത് ഇടയിലൊന്നും വാപ്പാര് വരാതിരുന്നാൽ ജദ്ദു സ്വയ്യത്തായി. പിന്നെ എത്ര
ഉന്നതമായാലും ശരി. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 8 കാണുന്നുണ്ട്. ഒന്ന് എന്താണ്? ഭാര്യ, മറ്റൊന്ന് മകള്, മറ്റൊന്ന് ഉഖ്തു ഷഖീഖത്ത്, 3ആയി. പിന്നെ സഹോദരി, പിന്നെ ഉമ്മത്ത് സഹോദരി, മകന്, ഉമ്മ, ജദ്ദത്ത് സ്വഹിയത്ത്, 8 1 2 3 4 5 6 7 8 ആകെ ഇത്രയുമാണ് അതിന്റെ അയലുകാർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മാ ഹുവൽ മുബാഹു ബൈന ബയ്യൻ മഅൽ അംസില. ഈ മുബാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഉദാഹരണ സഹിതം വിശദീകരിക്കുക. മുബാഹ് എന്ന് പറഞ്ഞാൽ ഹലാലാണ്. ഹലാലിന്റെ വേറൊരു പേരാണ് മുബാഹ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ വിശദീകരിക്കുന്നത് എന്താണ് ഈ മുബാഹ് എന്ന് പറഞ്ഞാൽ? ഖിതാബു ശാരിഇ ബിത്തഖീരി ബൈനൽ ഫീലി വതർക്കിൻ മിൻ ഗൈരി ബദലിൻ. ബദലില്ലാതെ ഒരു സംഗതി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ രണ്ടിന്റെയും ഇടയിൽ നമുക്ക് ഇഷ്ടം പ്രവർത്തിക്കാം എന്ന് ശാരിക നടത്തുന്ന ഖിതാബിനാണ് നമ്മൾ എന്ത് പറയാ? ഹലാല് എന്ന് പറയാ. ശാരി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല. പഠിച്ചവൻ എന്ത് ചെയ്യാണ് നമ്മളോട് പറയുന്നത്? നിർദ്ദേശം. എന്ത്? ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. പിന്നെ ഒരു ബദൽ എന്ന് പറഞ്ഞാൽ അതിനെന്തില്ല, ചെയ്തു എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് കൂലിയില്ല, ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് കുറ്റവുമില്ല. ഫർള് പോലെ ഒന്നല്ല എന്നർത്ഥം. ഉദാഹരണം പറയാ. ഇതിൽ ഉദാഹരണം കൊടുത്തിട്ടില്ല, അതിന്റെ തെളിവാണ് കൊടുത്തത്. എന്താണ്? യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി, അതെ, ഹലാലൻ ത്വയ്യിബൻ. ഇതിൽ പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് ഹലാലായ രൂപത്തിൽ കഴിക്കാൻ പാടില്ലാത്ത എന്താണ് ശേഷം പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഉദാഹരണം പറയാ, അക്കുലു ലഹ്മിൽ ബക്കർ. നിങ്ങൾക്ക് ഉദാഹരണം ഇതിൽ എഴുതണമെങ്കിൽ ആ ഉദാഹരണം എഴുതിയാൽ മതി. അക്കുലു ലഹ്മിൽ ബക്കർ ട്ടോ. അതിൽ എഴുതിയ ഞാൻ അക്കുലു ലഹ്മിൽ ബക്കറത്തി, പശു മാംസം കഴിക്കുക. ഫോർ എക്സാമ്പിൾ, പശുമാംസം കഴിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹലാലാണ്, പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ കഴിക്കാം. ഒരാൾ കഴിച്ച് പ്രത്യേകിച്ച് എന്തോ പുണ്യമുണ്ടോ? ഒരു പുണ്യവുമില്ല. ഒരാൾ കഴിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ട് അയാൾക്ക് എന്തോ കുറ്റമുണ്ടോ? അതുമില്ല. അനുവദനീയമാണ്, വേണ്ടവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കണ്ട, അത്രേ ഉള്ളൂ. ബീഫ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? മുബാഹിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തത് വേറെന്താണ്? മൈ യഖുദു റുബുഉ മിനൽ മീറാസി. മീറാസിൽ നിന്ന് റുബുഉ കിട്ടുന്നവർ ആരൊക്കെ? റുബുഉ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സംഗതിയെ നമ്മൾ 4 പീസായിട്ട്, ഒരു റൗണ്ട് ഒരു അപ്പമാണ് കുട്ടിക്കുള്ള, ഇതിന് 4 പീസായിട്ട് മുറിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പീസ്, അതാണ് എന്ത്? റുബുഉ എന്ന് പറയാം. 4/1 എന്ന് പറയാം. ഈ 4/1 ആരെല്ലാമാണ്? ആ വിഹിതം കിട്ടുന്ന ആർക്കെല്ലാമാണ് എന്നാണ് ചോദ്യം. ആ വിഹിതം കിട്ടുന്ന നോക്കൂ. യസ്തഹിഖു റുബുഉ ഇസ്നാനി. 2 പേർക്കാണ് റുബുഉ കിട്ടുക വാരിസ്യങ്ങളിൽ നിന്ന്. ഒന്ന് ഭർത്താവാണ്, മറ്റൊന്ന് ഭാര്യയാണ്. ഭർത്താവിനത് കിട്ടാനുള്ള നിബന്ധന വയസ്തഹിഖുഹു ബിശർത്തിൻ വാഹിദിൻ വവുജൂദുൽ ഫർഇ ലിൽ വാരിസീൻ അല്ല. വാരിസിന് എന്താ? ഫർഇ ഉണ്ടാവുക, മക്കളുണ്ടാവുക. മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് എന്തുണ്ടാവും? 4/1 ഉണ്ടാകും. ഭാര്യക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഈ പറയുന്ന 4/1 കിട്ടാനുള്ള നിബന്ധന എന്താണ്? അത് ഫർഇ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ഈ മരിച്ച ആൾക്ക് ഫറവുണ്ടെങ്കിൽ തന്നെ ഫറവുണ്ടെങ്കിൽ തന്നെ 4/1 കിട്ടും. പറഞ്ഞ മനസ്സിലായല്ലോ. ഫറയില്ലെങ്കിൽ അയാൾക്ക് നേരെ പകുതി കിട്ടും. ഈ സമയം ഭാര്യയാണ് എങ്കിൽ ഭാര്യക്ക് ഇത് കിട്ടാനുള്ള നിബന്ധന എന്ന് വെച്ചാൽ ഭർത്താവല്ല, സോറി, മരിച്ചുപോയ ആൾക്ക് മക്കളുണ്ടെങ്കിൽ ആണ് എന്ത് ചെയ്യുക? ഭാര്യക്ക് ഉണ്ടാവുക 4/1 ഇട്ട. ഭാര്യക്കാണെങ്കിലും ശരി, ഭാര്യമാരാണെങ്കിലും ശരി. ഇൻഷാ അള്ളാഹ്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആൻസറിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻഷാ അള്ളാഹ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോക്ക് കിട്ടുന്ന റീച്ചും വ്യൂസും മറ്റു സപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കി ഭാഗവും ഡിസ്കസ് ചെയ്യാം. ഇൻഷാ അള്ളാഹ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.